ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒന്നാണ് ഓവർ തിങ്കിങ്. എന്താണ് ഓവർ തിങ്കിങ്? അതായത് നമ്മൾ പറയാറുണ്ട് ചിന്തിച്ച് കൂട്ടുക എന്ന് പറയും. ഇപ്പം എന്തെങ്കിലും ഒരു സംഭവം നടന്നു, അതിനെക്കുറിച്ച് ചിന്തിച്ച് 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 കാട് കയറി പോകുന്ന അവസ്ഥയ്ക്കാണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. അതുമൂലം ഓവർ തിങ്കിങ് മൂലം നമുക്ക് ശരീരത്തിനും അതുപോലെ തന്നെ മനസ്സിനും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതായത് മനസ്സിന്റെ വിഷമം അത് ശരീരത്തെയും ദോഷകരമായി ബാധിക്കുന്നു. നമ്മൾ എങ്ങനെയാണ് ഒരു ഓവർ തിങ്കിങ് ഉള്ള വ്യക്തിയാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക? ആദ്യമായിട്ട് റീപ്ലേയിങ് പാസ്റ്റ് കോൺവെർസേഷൻ. പണ്ട് അല്ലെങ്കിൽ കുറച്ച് മുന്നേ ആരെങ്കിലും പറഞ്ഞ ഒരു വാക്കായിരിക്കും നമ്മളെ വേദനിപ്പിച്ച, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും വാക്ക്, ആ വാക്കുകൾ നമ്മളിങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കും. എന്നാലും എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, ഞാൻ ഒന്നും ചെയ്യാതെ തന്നെ എന്നോട് ഇങ്ങനെ സംസാരിച്ചല്ലോ, ഞാൻ എന്ത് ചെയ്തിട്ടാ ഇങ്ങനെ, അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് പല കാര്യങ്ങളും അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള, ഇതിനു മുന്നേ അങ്ങനെ അല്ലായിരുന്നു, ഇതിനു മുന്നേ നല്ല വർത്തമാനമായിരുന്നു എന്നോട് പറഞ്ഞിരുന്നത്, ഇപ്പൊ ഇങ്ങനെയുള്ള വാക്കുകൾ, എന്തായിരിക്കും എൻ്റെ ഫോൾട്ട്? അപ്പൊ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് പല കാര്യങ്ങളും, ഇല്ലാത്ത പല കാര്യങ്ങളും ചിന്തിച്ച് കൂട്ടുന്ന അവസ്ഥയ്ക്കാണ് അത്. അങ്ങനെ ഒരു അവസ്ഥ നമുക്കുണ്ട് എങ്കിൽ നമ്മളൊരു ഓവർ തിങ്കിങ് പേഴ്സൺ ആണ്. രണ്ടാമത്തത് അനലൈസിങ് ടെക്സ്റ്റ് മെസ്സേജസ് ഫ്രീക്വൻ്റ്ലി. ഇപ്പം മെസ്സേജ് ഇട്ടു, ഇപ്പം നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ ഫോണുമായിട്ടുള്ള ആ ഒരു കണക്ഷനാണ്. ഫോണിൽ എപ്പോഴും ടെക്സ്റ്റ് മെസ്സേജ് വന്നു, ഒരു മെസ്സേജ് വന്നു, ആ മെസ്സേജിൽ ചിലപ്പോൾ ഏതെങ്കിലും വാക്കുകൾ നമ്മളുടെ ഉള്ളിൽ അങ്ങനെ ആ ഒരു വെറുപ്പ് ഉള്ള രീതിയിലാണ് എങ്കിൽ നമ്മളത് വായിക്കുന്ന രീതിയിൽ തന്നെ വ്യത്യാസം ഉണ്ടാവും, അതിനെ മനസ്സിലാക്കുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പൊ അങ്ങനെ അത് വീണ്ടും വീണ്ടും ആ മെസ്സേജ് വായിച്ച് അതിൽ നിന്നും ഇല്ലാത്ത അർത്ഥങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന അവസ്ഥ. പിന്നീട് മെസ്സേജ് വന്നില്ലെങ്കിൽ, ഒരു മെസ്സേജ് വന്ന് ചിലപ്പോൾ കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത മെസ്സേജ് വരുന്നത്. അപ്പൊ പിന്നെയും ആ ഒരു ഇന്റർപ്രിട്ടേഷൻ, അതായത് ഇപ്പൊ എന്നോട് വെറുപ്പായിട്ടായിരിക്കാം ഈ ഒരു മെസ്സേജിന് റിപ്ലൈ അയക്കാത്തത്, ചിലപ്പോൾ എന്തെങ്കിലും തിരക്കുകൊണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ വിചാരിക്കുക എന്നോടുള്ള വെറുപ്പ് കൊണ്ടായിരിക്കും ഇങ്ങനെ മെസ്സേജ് അയക്കാത്തത്, അതെന്തായിരിക്കും, അതിനെക്കുറിച്ച് വീണ്ടും ഇങ്ങനെ ചിന്തിച്ച് കാട് കയറി പോകുന്നതിനെയാണ് അവിടെയും ഓവർ തിങ്കിങ് ആണ്. പിന്നീട് നോ കണക്ഷൻ വിത്ത് പ്രസന്റ് റിയാലിറ്റി. പ്രസന്റ് ആയിട്ടുള്ള ഇപ്പം നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചൊന്നും യാതൊരു ബോധമില്ല. എന്തൊരു കാലായിരുന്നു അത് എന്ന് പറഞ്ഞിട്ട്, അതായത് പഴയ കാലത്തിലേക്ക് ഭയങ്കര ആ ഒരു സെന്റി അടിച്ചിരിക്കുക, അല്ലെങ്കിൽ ആ നൊസ്റ്റ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു അവസ്ഥയാണ്. യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരവസ്ഥ. പിന്നീട് ഫീലിംഗ് മെന്റലി എക്സോസ്റ്റഡ്. ഇങ്ങനെയുള്ള ഓവർ തിങ്കിങ് വരുന്ന സമയത്ത് ഒരു ജോലിയും ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒന്നും ചെയ്യാതെ എവിടെയെങ്കിലും ചടഞ്ഞിരിക്കും. അങ്ങനെ ചടഞ്ഞിരിക്കുന്ന സമയത്ത് മാനസികമായിട്ട് നമുക്ക് ക്ഷീണം ഉണ്ടാകും. നമ്മൾ നേരത്തെ പറഞ്ഞു മാനസികമായിട്ടുള്ള ക്ഷീണം എങ്ങനെ ഒഴിവാക്കാം. അപ്പോൾ ആ മാനസികമായിട്ടുള്ള ക്ഷീണം ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അതായത് ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ. അപ്പൊ ശരീരത്തിനും ക്ഷീണം തോന്നും, എന്നാൽ കിടന്നാൽ ഉറക്കവും വരില്ല. നമ്മൾ പറയില്ലേ, ഇരുന്നാൽ ഇരിക്കലും ഉണ്ടാവില്ല, കിടന്നാൽ കിടക്കാനും കഴിയില്ല. അങ്ങനെ ഒരു അവസ്ഥ, എന്താ പറയുക, ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയെ പോലെയുള്ള അവസ്ഥ, ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത അവസ്ഥയുണ്ടാകും. അടുത്തതാണ് സ്ട്രഗ്ലിംഗ് ഫോർ ഗുഡ് സ്ലീപ്പ്. അങ്ങനെ ആ ഒരു ഓവർ തിങ്കിങ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് നല്ല ഉറക്കം ഉണ്ടാവില്ല. ഒരു ഉറക്കം കിട്ടാത്ത അവസ്ഥ ഉണ്ടാകും. ഓവർ തിങ്കിങ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ, അല്ലെങ്കിൽ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ, ഈ കാര്യങ്ങളെ കുറിച്ച്. പാസ്റ്റ് ഫ്യൂച്ചർ നമ്മുടെ കയ്യിലില്ലാത്തതാണ്, അതിനെ നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണ്. അതേസമയം നമുക്ക് വി ക്യാൻ ചേഞ്ച് നമ്മുടെ ആ ഒരു പ്രസന്റിനെ കൺട്രോൾ ചെയ്തിട്ട് ഫ്യൂച്ചറിനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. പക്ഷേ ഫ്യൂച്ചറും പാസ്റ്റും നമ്മുടെ കയ്യിലില്ലാത്തതാണ്. വി കനോട്ട് പ്രെഡിക്റ്റ് വാട്ട് വിൽ ഹാപ്പൻ ദ നെക്സ്റ്റ് ടൈം. അടുത്ത സമയത്ത് തൊട്ടടുത്ത നിമിഷം എന്താ സംഭവിക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് രണ്ടിനെക്കുറിച്ചും ചിന്തിക്കാതെ നമ്മൾ പ്രസന്റിലേക്ക് നീക്കുകയാണെങ്കിൽ ഈ ഓവർ തിങ്കിങ് ഒഴിവാക്കാം. അതോടൊപ്പം തന്നെ നല്ല ഉറക്കം കിട്ടുകയും ചെയ്യും. ഈ ഫ്യൂച്ചർ അതേപോലെ തന്നെ പാസ്റ്റ് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ഉറങ്ങാൻ സാധിക്കില്ല, നല്ല ഉറക്കം കിട്ടാത്ത അവസ്ഥ. ആ ഉറക്കം കിട്ടാതിരിക്കുന്ന സമയത്ത് അത് നമ്മളുടെ മനസ്സിനെയും അതോടൊപ്പം തന്നെ ശരീരത്തെയും ബാധിക്കും. അടുത്തതാണ് ഗസിങ് ആൻഡ് പ്രോക്കാസ്റ്റിനേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഗസ് ചെയ്യുക, ഊഹിച്ചെടുക്കുക. ചിലപ്പോൾ നമ്മൾ പറഞ്ഞു, അതായത് ഇപ്പം മെസ്സേജ് അയച്ചു, അതിന് റിപ്ലൈ ചിലപ്പം കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. പക്ഷെ നമ്മൾ ചിന്തിക്കുക, ഒന്നുകിൽ എന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തികൾ എന്തെങ്കിലും ഇഷ്ടപ്പെടാഞ്ഞിട്ടായിരിക്കും, എന്നെ കൊണ്ടൊന്നിനും കൊള്ളൂല. അപ്പൊ അങ്ങനെയുള്ള ചിന്തകൾ ഇങ്ങനെ
കൂടിക്കൂടി വരുന്ന സമയത്ത് പ്രോക്കാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം അന്നേരം ചെയ്യാതിരിക്കുക, ഇനി പിന്നെ ചെയ്യാം, നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് നീട്ടി കൊണ്ടുപോകുന്ന ഒരവസ്ഥ. ഈ ഓവർ തിങ്കിങ് ഉള്ള സമയത്ത് ഈ ഗസിങ് ആൻഡ് പ്രോക്കാസ്റ്റിനേഷൻ കൂടുതലായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടും, അതേപോലെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടൽ മാത്രമായിരിക്കും. ഒരു പണിയും നടക്കൂല, ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ നാളെ എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകുന്ന അവസ്ഥ. ഓവർ തിങ്കിങ് ഉള്ള വ്യക്തിയാണോ നിങ്ങളെന്ന് ചിന്തിച്ച് നോക്കുക. അങ്ങനെയാണെങ്കിൽ അത് മാറ്റാൻ ഹാവ് ടു കം ടു റിയാലിറ്റി, യാഥാർത്ഥ്യത്തിലേക്ക് വരിക, പ്രസന്റിലേക്ക് വരിക. ഹാവ് എ ഗുഡ് ഡേ.